ബഹുഭാരിത്വത്തിനെതിരെ വീണ്ടും വത്തിക്കാൻ. ക്രൈസ്തവ വിശ്വാസികളായ ആഫ്രിക്കൻ ജനതയിലെ ചില വിഭാഗങ്ങളിൽ ബഹുഭാരിത്വം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദീകരണം വേണമെന്ന് ആഫ്രിക്കയിലെ ബിഷപ്പുമാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വത്തിക്കാൻ കാര്യോപദേശക ഓഫീസിന്റെ ഇടപെടൽ. ബഹുഭാരിത്വം അനുവദനീയമല്ല, വിവാഹം ജീവിതകാലത്ത് മുഴുവൻ നിലനിൽക്കേണ്ടതാണെന്നും വത്തിക്കാൻ നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നു. വിവാഹം സംബന്ധിച്ച വിഷയങ്ങളിലെ സഭാശാസ്ത്രങ്ങളിൽ ഇക്കാര്യം വ്യക്തമെന്ന് വിശദീകരിക്കുന്നുണ്ടെന്നും വത്തിക്കാൻ പറയുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഒരു വലിയ വിവാദമാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ബഹുഭാരിത്വത്തിനെതിരെ വീണ്ടും വത്തിക്കാൻ രംഗത്ത് വരുന്നു. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഉയർത്തുന്നത് അവർ? തീർച്ചയായും ഈ ബഹുഭാര്യാത്വം എന്നതുകൊണ്ട് പ്രശ്നമായി ഉദ്ദേശിക്കുന്നത് ബൈബിളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലോ ഒന്നും തന്നെ ബഹുഭാര്യാത്വത്തെ അംഗീകരിക്കുന്നില്ല എന്നൊരു നിലപാട് തന്നെയാണ്. ബഹുഭാര്യാത്വം അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു വിശ്വാസത്തോടൊപ്പം നിൽക്കുന്നവർ ആ ഒരു രീതി പിന്തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഒരു പൊതു നീതി അല്ലെങ്കിൽ പൊതു നിയമം എന്ന് കണക്കാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിവാഹം, അതുപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ വിവാഹമോചനം സംബന്ധിച്ചുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ നിശ്ചിതമായ ചില നിലപാടുകളിലേക്ക് വത്തിക്കാൻ എത്തുന്ന സാഹചര്യം അടുത്ത കാലങ്ങളിലെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പുതിയതാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. ആഫ്രിക്കയിലെ ചില സമൂഹങ്ങൾ, ചില വിഭാഗങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന വിഭാഗങ്ങളാണ്. അതായത് ചില വിഭാഗങ്ങൾക്കിടയിൽ ആഫ്രിക്കൻ സംസ്കാരം അനുസരിച്ച് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളൊരു സാഹചര്യമുണ്ട്. അവർ ക്രൈസ്തവ വിശ്വാസികളാകുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു രീതി എങ്ങനെയാണ് തുടരേണ്ടത് എന്നൊരു വിശ്വാസപരമായൊരു ചോദ്യം സ്വാഭാവികമായും ആഫ്രിക്കയിലെ ബിഷപ്പുമാരെല്ലാം തന്നെ വത്തിക്കാനോട് കൃത്യമായി വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നൊരു ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനാണ് ഇപ്പോൾ ഈ കാര്യോപദേശക സമിതി അല്ലെങ്കിൽ ഡോക്ടറിൻ ഓഫീസ് എന്ന് പറയുന്ന പോപ്പിൻ്റെ കീഴിലുള്ള സംവിധാനം ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് വിവാഹബന്ധവും വിവാഹബന്ധത്തിൻ്റെ പവിത്രതയും സംബന്ധിച്ച് സഭ പരാമർശിക്കുന്ന രേഖകളിൽ ബഹുഭാര്യാത്വം അംഗീകരിക്കാനാവില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുഭാര്യാത്വത്തെ അനുകൂലിക്കുന്നൊരു നിലപാട് സ്വീകാര്യമല്ല, മറിച്ച് അത് ഏതെങ്കിലും ആചാരത്തിൻ്റെയോ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായാലും അത് ഉൾക്കൊള്ളേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അശ്വതി പറഞ്ഞതുപോലെ വലിയ ചർച്ചകളും കോളിളക്കങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഒരു മറുപടി തന്നെയാണ് ഇത്. എങ്കിൽ കൂടി ഇത് സംബന്ധിച്ച കുറെ കൂടി കൃത്യമാർന്ന ഒരു നിലപാടിലേക്ക് സഭ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വത്തിക്കാൻ ഒരു നിർണായക നിലപാടെടുത്തിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെ മറ്റ് പ്രധാനപ്പെട്ട സംഘടനകൾ നോക്കിക്കാണുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്.